എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പ്രകൃതിയോടൊപ്പം ശരീരത്തിനെയും മനസ്സിനെയും സന്തുലിതമാക്കാൻ ആയുർവേദത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. തിരുവനന്തപുരം മൺവിളയിൽ പ്രവർത്തിക്കുന്ന തണൽ ആയുർവേദ ഹോം പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ ആയുർവേദ ചികിത്സകൾ ലഭ്യമാക്കുന്നു. ഇവിടുത്തെ ചികിത്സാരീതി ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ കർക്കിടക മാസമായതിനാൽ കർക്കിടക ചികിത്സയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് കർക്കിടക ചികിത്സ? ഈ സമയത്ത് അത് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? കർക്കിടക ചികിത്സയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്കുള്ള ഒരു കാലാവസ്ഥയുടെ ചേഞ്ച് ആണ്. ഈ സമയത്ത് തണുപ്പ് കാലാവസ്ഥയൊക്കെയാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയും ദഹനശക്തിയൊക്കെ ദുർബലപ്പെട്ടിരിക്കുകയും അതുപോലെ വാതദോഷം കൂടിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ സമയത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് കർക്കിടക ട്രീറ്റ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഈ ചികിത്സ എല്ലാവർക്കും ചെയ്യാമോ? അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾക്കാണ് കൂടുതൽ അനുയോജ്യമാകുന്നത്? കർക്കിടക ചികിത്സ ഒരു അസുഖമുള്ള ആൾക്ക് മാത്രം എന്നല്ല, ആരോഗ്യവാനായിട്ടുള്ള ആൾക്കാർക്കും അവരുടെ ആ ഒരു ബോഡിയുടെ പ്രതിരോധ ശക്തിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കർക്കിടക ചികിത്സ എടുക്കാവുന്നതാണ്. ഓൾറെഡി അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഒരു തണുപ്പ് വരുമ്പോൾ ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ ട്രീറ്റ്മെന്റ്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവാനായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് ബോഡി പ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ ട്രീറ്റ്മെന്റ്സ് എടുക്കാവുന്നതാണ്. തണൽ ആയുർവേദ ഹോമിൽ കർക്കിടക ചികിത്സയ്ക്കായി എന്തൊക്കെ പാക്കേജുകളാണ് ഒരുക്കിയിട്ടുള്ളത്? നമുക്കിവിടെ തണൽ ആയുർവേദ ഹോമില് നമ്മൾ കർക്കിടക ചികിത്സ പല ഡേയ്സ് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 days ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, 5, 7, 10, 14 days അങ്ങനെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ്സ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ കൺസൾട്ടേഷനും കൂടെ കഴിഞ്ഞ് ആളുടെ പ്രകൃതി, ബോഡി നേച്ചറും ആളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ട്രീറ്റ്മെന്റ്സ് ഡെയിലി 1.5 മണിക്കൂർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കർക്കിടക കഞ്ഞി ഉൾപ്പെടെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വരുന്നത്. അവസാനമായി, ഈ കർക്കിടക മാസത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്ടറുടെ ഒരു ചെറിയ സന്ദേശം നൽകാമോ? ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മളെപ്പോഴും ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണ് ആരോഗ്യം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കർക്കിടക മാസത്തിൽ ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. പ്രോപ്പറായിട്ട് ഒരു ആയുർവേദിക് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ തേടി ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസിലൂടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. വൃത്തിയുള്ള അന്തരീക്ഷം, വ്യക്തിഗത പരിഗണന, പരമ്പരാഗത രീതിയിലുള്ള ചികിത്സാ രീതി എന്നിവയാണ് തണൽ ആയുർവേദ ഹോമിൻ്റെ പ്രത്യേകത. ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ ആരംഭിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് തണൽ ആയുർവേദ ഹോമുമായി ബന്ധപ്പെടുക. എല്ലാവർക്കും ബൈ.